എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ന്യൂട്ടൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് പാർട്ടാണ്, ഫൈനൽ പാർട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു പോർഷൻ കഴിയുന്നതോടുകൂടെ ക്യൂബ് സോൾവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. നമ്മൾ ന്യൂട്ടനെ കൊണ്ട് നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് മാക്സിമം ഒരു 2 മിനിറ്റിന് താഴെ അവന് സമയം മതി. അപ്പോൾ നിങ്ങളും ഈ ട്യൂട്ടോറിയൽ നന്നായി കണ്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അപ്പം നമ്മൾ ന്യൂട്ടൺ സോൾവ് ചെയ്യുന്നത് ആദ്യം കാണാം, അതിനുശേഷം ട്യൂട്ടോറിയലിലേക്ക് പോവാം. അപ്പോൾ അതിലൊക്കെ മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമുക്ക് പോയിട്ട് ബാക്കി അതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് ക്യൂബ് ഇതുപോലെ അപ്പർ ലെയർ കംപ്ലീറ്റ് സോൾവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് തേർഡ് ലെയറിലെ ഈ സൈഡിലുള്ള 2 കോർണർ ബ്ലോക്കുകളെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യൂബ് ഏതൊക്കെ സ്റ്റേജിലാവാം എന്നുള്ളതൊന്ന് പറയാം. നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഓരോ ഫേസിൽ 2 ക്യൂബുകളും എഡ്ജിൽ കോർണർ പീസുകൾ നമുക്ക് ഒരേപോലെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരേപോലെ 2 കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊന്നിലും നമുക്ക് ഒരേപോലെ കോർണർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കേസിലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കേസിൽ നമുക്ക് എവിടെയും നമുക്ക് ഒരേപോലെ ഈ കോർണർ സോൾവ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഇവിടെ നമുക്ക് ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം 3ഉം ഒരേപോലെ കിട്ടി ഓറഞ്ചിൻ്റെ കേസിൽ. അത് ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോർണർ ഒരേപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഏതാണോ ആ കറക്റ്റായിട്ട് കിട്ടിയത് അത് നമ്മുടെ ബാക്ക് ഫേസ് ആയിട്ട് ക്യൂബിനെ നമ്മൾ പിടിക്കണം. എന്നിട്ടാണ് നമുക്ക് അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു കേസിൽ നമുക്ക് 2 കോർണർ എവിടെയും സോൾവ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ക്യൂബിനെ പിടിക്കാം. അതിനുശേഷം നമുക്ക് അൽഗോരിതം അപ്ലൈ ചെയ്യാം. അപ്പം ഇനി നമുക്ക് 6th സ്റ്റെപ്പിലേക്കുള്ള അൽഗോരിതം ഇതാണ്. ഞാനത് പറയാം. ഞാൻ അൽഗോരിതം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് നോക്കി പഠിക്കുക. അൽഗോരിതം ഇതാണ്: R-F R-B2 R F' R' B2 R2. ഇനി ആദ്യം അത് നന്നായി മനസ്സിലാക്കുക. അത് പഠിക്കാൻ വേണ്ടി കുട്ടികൾക്കായതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഞാൻ എളുപ്പത്തിന് ചെയ്യുന്നത് ആദ്യം ഒരു സെക്ഷനാക്കി വെക്കുക, R-F-R. അതിനുശേഷം നമ്മൾ B2 എന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും R-F-R B2.
അപ്പോൾ RFR B2 എന്നുള്ളതാണ് 2 പ്രാവശ്യം റിപ്പീറ്റായി വരുന്നത്. RFR B2 RFR B2. ഇനി നമ്മൾ ആദ്യത്തെ കേസിൽ 2 ആറുകൾക്ക് R' F R'. അപ്പോൾ ആദ്യം 2 R' ആണ് വരുന്നത്. 2 സൈഡിൽ ഫേസിൻ്റെ 2 സൈഡിൽ F എന്ന് നമ്മൾ ഫേസ് എന്ന് ഓർമ്മ വയ്ക്കുക. അതിനുശേഷം R' ഫസ്റ്റും അതിൻ്റെ തൊട്ടിപ്പുറത്തും R' കൊടുക്കുക. അപ്പോൾ R' F R'. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം B2 കൊടുക്കുക. അതിനുശേഷം ആ ഫസ്റ്റ് നമ്മൾ ആറിനായിരുന്നു ഡാഷ്, അത് മാറ്റി ഫേസിന് കൊടുക്കുക. അപ്പോൾ അതായത് F ഫ്രണ്ടിന് കൊടുക്കുക. അപ്പോൾ Fന് നമുക്ക് ഡാഷ് കൊടുക്കുന്നു. ഫസ്റ്റ് ആറിൻ്റെ ഡാഷ് ഫ്രണ്ടിന് Fന് കൊടുക്കുന്നു. ദെൻ R B2. ദെൻ അവസാനം ഒരു R2. അപ്പം നമ്മൾ അൽഗോരിതം പഠിച്ചു കഴിഞ്ഞു. R' F R' B2 R' B2 അവസാനം R2. ഇനി നമുക്ക് അൽഗോരിതം അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 2 കോർണർ എവിടെയും സോൾവ് ആയിട്ട് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ക്യൂബ് ഇങ്ങനെ പിടിക്കാം. ഏതെങ്കിലും ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ പിടിക്കാം. ഇനി ഏതെങ്കിലും ഒരു സൈഡ് സോൾവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, തേർഡ് ലെയറിൽ ഏതെങ്കിലും 2 കോർണർ ബ്ലോക്ക് സോൾവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്, ഇനി 2 കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ ബാക്കായിട്ട് പിടിക്കാം. അപ്പം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ അൽഗോരിതം അപ്ലൈ ചെയ്യാണ്. അൽഗോരിതം പറഞ്ഞിട്ട് ചെയ്തോളൂ. R' F R' B2. അതായത് ബാക്ക് ഫേസിനെ നമ്മൾ 2 വട്ടം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. B2. ദെൻ വീണ്ടും നമ്മൾ R F' R' B2. ദെൻ നമ്മൾ ഇന്നും കൂടെ ചെയ്യണം R2. ഓക്കെ, ഇപ്പോഴത്തെ കേസിൽ നമുക്ക് എങ്ങനെ വന്നു? ഇവിടെ ഒരു സൈഡ് മാത്രം നമുക്ക് കംപ്ലീറ്റ് സോൾവ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ബാക്കായിട്ട് പിടിച്ച് ഇത് കംപ്ലീറ്റ് സോൾവ് ആവുന്ന വരെ നമുക്ക് അൽഗോരിതം റിപ്പീറ്റ് ചെയ്യണം. 2 or 3 പ്രാവശ്യമേ മാക്സിമം ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി സെയിം അൽഗോരിതം കൊടുത്തു നോക്കാം. R' F R' B2 R F' R' B2 R2. ഇതാ, ഇപ്പം നമ്മൾക്ക് ഈ കോർണർ തേർഡ് ലെയറിൽ എല്ലാം ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഫേസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 7ാമത്തെ സ്റ്റെപ്പാണ്. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സെൻറ്ററിലുള്ള എഡ്ജ് ബ്ലോക്ക് മാത്രമേ ശരിയായിട്ട് വരാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം ഇതാണ്. RU' RU RU RU' R' U' R2. അപ്പം നമ്മൾ എങ്ങനെയത് പഠിക്കേണ്ടത്? എല്ലാം RU എന്ന് തന്നെയാണ് റിപ്പീറ്റ് ആവുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് RU', പിന്നെ വരുന്നത് RU, ദെൻ RU', വീണ്ടും റിപ്പീറ്റായി. പിന്നെ നമ്മൾ Rനും Uനും ഡാഷ് കൊടുക്കണം. R' U', അവസാനം R2. അപ്പം നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ പിടിക്കുക. അതിനുശേഷം RU' RU R' R' U' R'. ഓക്കെ, അപ്പം നമുക്ക് ഒരു സൈഡാണ് ഫുള്ള് സോൾവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് കംപ്ലീറ്റ് സോൾവ് ആയ ഫേസിനെ ബാക്കാക്കി പിടിക്കുക. അതിനുശേഷം സെയിം അൽഗോരിതം റിപ്പീറ്റ് ചെയ്യാം. RU' RU R' R2. ഇതാ, അപ്പം നമ്മുടെ ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അൽഗോരിതം നന്നായി പഠിക്കുക. അതിനുശേഷം സ്റ്റെപ്പുകൾ ഓരോന്നും കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആവുന്നവരെ ഓരോ ഫേസ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നന്നായി പഠിക്കുക. അവസാനം ക്യൂബ് സോൾവ് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ഇനിയും നമുക്ക് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.